പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ, ഇതെന്ത് ചെടിയാണെന്ന് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ ശംഖുപുഷ്പം ചെടിയല്ലേ. അപ്പോൾ നമ്മുടെ ശംഖുപുഷ്പം ചെടിയിൽ നിന്ന് ഒരു ചെറിയ കുറച്ച് പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ശംഖുപുഷ്പം അധികം ഒന്നുമില്ല, 1-2 ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ ഒരെണ്ണം ഇങ്ങനെ പറിച്ചെടുക്കും കേട്ടോ. ഒരെണ്ണേ ഞാനിപ്പോൾ ഇവിടെ കണ്ടുള്ളൂ. പിന്നെ ഇപ്പുറത്തൊരെണ്ണം നിൽപ്പുണ്ട് കേട്ടോ. നിറയെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം പൂവെല്ലാം ആയതിനു ശേഷം അതെല്ലാം പോയി കേട്ടോ. അപ്പോൾ ഇത് ബാക്കി ഇങ്ങനെ ആയി വരുന്നതാണ്. ഇതിൻ്റെ ചെറിയ ഒരെണ്ണം. പിന്നെ ഇതിൻ്റെ കായ കണ്ടിട്ടുണ്ടോ? ശംഖുപുഷ്പത്തിൻ്റെ കായ ഇതാണ് ശംഖുപുഷ്പത്തിൻ്റെ കായ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അരി എടുത്ത് ഉണക്കി വെക്കുവാണെങ്കിൽ നമുക്ക് നിറയെ ശംഖുപുഷ്പ ചെടിയാകും. അതിൽ നിറയെ പൂവുണ്ടാവും. അതിൻ്റെ ഉണങ്ങിയ കായ കണ്ടോ. അപ്പം ഇതിൻ്റെ അരി കണ്ടിട്ട് ഇതിൻ്റെ അരി ഇതിനകത്ത് നിന്ന് തന്നെ കിളുത്ത് വരുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? കണ്ടോ? ഇതിനകത്തുനിന്ന് തന്നെ കിളുത്ത് വരുന്നത്. ഇത് നീ പറിച്ച് നമ്മൾ നട്ട് വയ്ക്കുവാണെങ്കിൽ അത് കിളുത്ത് വന്നോളൂ കേട്ടോ. അത് അവിടെ കിടക്കട്ടെ. അപ്പം അങ്ങോട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ശംഖുപുഷ്പത്തിൻ്റെ പൂ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് മാറിക്കഴിയുമ്പോൾ ഇവിടെ ഒരു ശംഖുപുഷ്പം നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഇതിനകത്തുനിന്നും ഒരെണ്ണം ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. 1 അല്ല 2. ഇത് കുറച്ച് വാടിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. മുളക് ചെടിയിൽ കൂടെ ഇടയിൽ കൂടെ അതിൻ്റെ വള്ളി കയറിപ്പോയിട്ട് മുളക് ചെടിയുടെ കണ്ട ഇത് പിന്നെ അതിൻ്റെ അടിയിലും. അപ്പോൾ അതും കൂടെ നമുക്കിങ്ങനെ പറിച്ചെടുക്കാവേ. നമുക്കപ്പം ഇതുകൊണ്ട് നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കാം. നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ പൂ വെച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചൊരു ചെറിയ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കാം. ഞാനിതിനു മുമ്പ് കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഒന്നും കൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ശംഖുപുഷ്പത്തിൻ്റെ പൂ കൊണ്ട് നല്ലൊരു ഡ്രിങ്ക് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയെ. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ വീട്ടിലല്ല കേട്ടോ, നമ്മുടെ ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിറയെ ചെടിയൊക്കെ ഉണ്ട്. ഞാൻ ഇന്നാളൊരു തവണ ചെടി നനയ്ക്കുന്ന വീഡിയോ, ചേച്ചിയൊക്കെ നാട്ടിൽ പോയപ്പോൾ ചെടി നനയ്ക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചില്ലായിരുന്നോ? അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ ചേച്ചിയുടെ വീട്ടിൽ ഒരു ചെറിയ ഡ്രാഗൺ ചെടി നിൽപ്പുണ്ട് കേട്ടോ. കണ്ട ഡ്രാഗൺ ചെടി സാധാരണ കമ്പിയൊക്കെ കയറ്റി വിട്ടാലേ അത് നന്നായിട്ട് വളരൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ കുറേ നാളായി ഇത് നട്ട് വെച്ചിട്ട്. 1 വർഷത്തിന് മേലെയായി. 1 വർഷം 2 വർഷം ആകുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരിങ്ങനെ ഇതുപോലെ ഒരു കമുക് മരത്തേലാണ് കയറ്റി വിട്ടിരിക്കുന്നത്. അതിൽ ഒരു കായ, ഒരു ഡ്രാഗൺ ഫ്രൂട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതിങ്ങനെ കവർ വെച്ച് കെട്ടിയിട്ടേക്കുവാണ്. കിളിയും കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ കുരങ്ങൻ്റെ ശല്യം ഇപ്പം ഇച്ചിരി കുറവാണ്. അപ്പോൾ ഇനി കുരങ്ങൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേച്ചി കവറൊക്കെ ഇട്ട് മൂടി കെട്ടി വെച്ചിരിക്കുക കേട്ടോ. അപ്പം നമുക്കിനി അത് പഴുത്ത് കഴിയുമ്പോഴത്തേക്കിന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഒരെണ്ണേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ആ വള്ളി നമ്മുടെ ഡ്രാഗൻ്റെ വള്ളി പോയിരിക്കുന്ന കണ്ട. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതിൽ പൂ ഇട്ടത്. ഇത് കളയാമെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അത് കളയാമെന്നൊക്കെ വിചാരിച്ചിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ ഒരു പൂവൊക്കെ ഇട്ട് കായൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ശംഖുപുഷ്പം കൊണ്ട് നമുക്ക് വെള്ളമൊക്കെ ഉണ്ടാക്കി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോഴത്തേക്കിന് ഞാൻ നിങ്ങളെ ഇവിടെ നമ്മുടെ ഡ്രാഗൺ ചെടി നിൽക്കുന്നത് നിങ്ങളെ ഒന്ന് ഞാൻ കാണിച്ചു തന്നതാണേ. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്ന പൂവൊക്കെ പാത്രത്തിലിട്ട് നന്നായിട്ട് കഴുകി ഒന്ന് എടുത്തു കേട്ടോ. കഴുകി എടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമ്മുടെ ശംഖുപുഷ്പ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നേരത്തെ ഇതിന് മുമ്പൊക്കെ ഒരുപാട് തവണ ഉണ്ടാക്കിയിട്ടും കുടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ച് നിങ്ങളെ വീഡിയോ എടുത്തൊന്ന് കാണിച്ചു തരാനേ. അപ്പോൾ അധികം വെള്ളം എടുത്തിട്ടില്ല, കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ. 1/2 ഗ്ലാസ് പോലും വെള്ളമില്ല, കാരണം 2 പൂവല്ലേ ഉള്ളൂ. അപ്പം അധികം വെള്ളം ഒഴിച്ചാൽ നമുക്ക് അതിൻ്റെ കളർ കിട്ടത്തില്ലേ. കുറേ പൂവുണ്ടെങ്കിൽ നല്ല കളർ വന്നോളുക. നമ്മുടെ ഷാമിയൊക്കെയാണ് ഈ വെള്ളം ഭയങ്കരമായിട്ട് ഇഷ്ടമേ. ഫോണിനകത്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം എന്നോട് പറഞ്ഞു, അമ്മ എനിക്കിതുപോലെ വെള്ളം ഉണ്ടാക്കി ശംഖുപുഷ്പത്തിൻ്റെ പൂ കൊണ്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ കുടിക്കാനൊന്നും ഇഷ്ടമില്ല, ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്, ആ കളർ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഒരു തവണ ഇതുപോലെ കുപ്പിയിൽ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ദിവസം ഇങ്ങനെ കുടിച്ചുകൊണ്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പൂവും കൂടെ അതിനകത്തേക്ക്, ആ വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കളർ ഇറങ്ങുവാണെങ്കിൽ ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മുടെ ഈ ശംഖുപുഷ്പത്തിൻ്റെ ഡ്രിങ്കിനും ഒക്കെ നല്ല ഔഷധ ഗുണം ഉണ്ടെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണം എന്താണ് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഉണ്ടാക്കി ഇളം ചൂടോട് കൂടിയിട്ട് കുടിക്കുക കേട്ടോ. പിന്നെ ഒരു വിശേഷം, നമ്മുടെ കുഞ്ഞു ചാനൽ മോണിയായി കേട്ടോ. അപ്പോൾ മോണിയായ വിവരം ഞാൻ നമ്മുടെ ലൈവിലൂടെ നമ്മുടെ കൂട്ടുകാരുടെ എല്ലാം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ.
അപ്പം ഇതുവരെ തന്ന സപ്പോർട്ടിന് നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം ഇനിയും നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വീണ്ടും ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത പോലെ വീണ്ടും നമ്മുടെ കൂട്ടുകാരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവണം കേട്ടോ. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളേ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് താങ്ക് യു.